ഹലോ, വെൽക്കം ടു മൈ ചാനൽ മാഞ്ചസ് വെയിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്ലോഗായിട്ടാണ്. അപ്പോൾ നമ്മൾ എറണാകുളം പോകാമെന്ന് തീരുമാനിച്ചേക്കണം. ഒരു നൈറ്റ് റൈഡാണ്. പക്ഷേ എങ്ങാട്ടാണ് എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എറണാകുളം ബേസ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദറും ഫാമിലിയും കൂടി ജോയിൻ ചെയ്യും. അപ്പോൾ അവർ പകുതി വെച്ച് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടേക്കാണെന്നുള്ള പ്രോപ്പർ പ്ലേസ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. പോണ വഴിക്ക് നമ്മളത് പറയാം. ഒരാഗ്രഹമായിരുന്നു നൈറ്റ് റൈഡ്. അപ്പോൾ അവർ നമ്മളുടെ വീട്ടിൽ നിന്ന് ഗസ്റ്റായിട്ട് വന്നേക്കണായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ഒപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങൾ അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കാം. വരൂ. അപ്പം നമ്മുടെ ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ 2 വീലറിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ചേരാനല്ലൊരു പാലത്തിൽ കൂടിയാണ്, മെയിൻ പാലത്തിൽ കൂടി പോയാണ് എറണാകുളത്തോട് പോകാനായിട്ട് എളുപ്പമാണ്. മറ്റേ ആസ്റ്റർ മെഡിസിറ്റി ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൈവേ പാലം ഉണ്ടല്ലോ, അതിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങളിപ്പോൾ ബ്രോഡ്വേ പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. ബ്രോഡ്വേയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ബ്രോഡ്വേയിലെ മനോഹരമായ ദൃശ്യങ്ങളാണ്. ഇവിടെ നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കടകളൊക്കെ എന്താ പറയുക, ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡായിട്ടുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പല പല ഐറ്റംസും. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പിലും കയറി ഓരോന്നും നോക്കിയായിരുന്നു. ഞങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അനിയനും അനിയത്തിയും എല്ലാവരും കൂടി ചേർന്നാണ് ഞങ്ങളിങ്ങനെ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ക്രിസ്മസിൻ്റെ പുൽക്കൂടിൻ്റെ സെറ്റുകളാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഓരോരുത്തരും ഓരോ റേറ്റുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പുൽക്കൂടൊക്കെ ഇങ്ങനെ ചെറിയതും വലുതുമായിട്ട് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചേട്ടനിവിടെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പുൽക്കൂടിൻ്റെ സെറ്റിൻ്റെ. ജസ്റ്റ് ഒന്ന് നമ്മളെ ഒന്ന് അറിയാൻ വേണ്ടി, റേറ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്, ലാഭമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓരോന്നിനും നല്ല റേറ്റാണ് കേട്ടോ എല്ലാത്തിനും കൂടി. പിന്നെ ഓരോ മെറ്റീരിയൽ അനുസരിച്ചാണ് അവർ റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. 3000-ൻ്റെയും 4000-ൻ്റെയും അതേപോലെ 1000-ൻ്റെ മുതൽ അങ്ങനെ ലോ റേറ്റിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ ഹൈ റേറ്റിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. എത്ര? 2200 രൂപയാണല്ലോ ഈ സെറ്റിന്. അപ്പോൾ അപ്പുറത്തെയാ അതിൻ്റെ തൊട്ടപ്പുറത്തെയാ 1250. ഞങ്ങൾ പുൽക്കൂടൊന്നും വാങ്ങിച്ചില്ല, കാരണം ഇവിടെ ഓൾറെഡി കഴിഞ്ഞോളം പുൽക്കൂടൊക്കെ വാങ്ങിച്ചതുണ്ടാക്കിയത് ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചതാണ്. പിന്നെ ഞങ്ങളിപ്പോൾ പുൽക്കൂടിലിടാനുള്ള സാധനങ്ങൾ ഓരോന്നും നോക്കാൻ വേണ്ടി ഞാൻ അനിയത്തിയും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പപ്പാനിയും, അതെ ചെറിയ ചെറിയ പപ്പാനിയും, അതേപോലെ തന്നെ എന്താ പറയുക, ചെണ്ട, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ പുൽക്കൂടിലിടണം. അപ്പോൾ നക്ഷത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളിങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അനിയത്തി അതിൽ നിന്ന് 2-3 ഐറ്റങ്ങൾ വാങ്ങിച്ചിട്ടാണ്. ബലൂണൊക്കെ നല്ല റേറ്റ് കുറവിന് കിട്ടിയായിരുന്നു. 100 എണ്ണത്തിന് 80 രൂപ എന്നുള്ള രീതിയിൽ അങ്ങനെ റേറ്റ് കുറവിന് വാങ്ങിച്ചു. പിന്നെ ഞാനിവിടെ ഒരു കണ്ണട എടുത്തായിരുന്നു. നിങ്ങളെൻ്റെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 മണിയൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു ആ കണ്ണടയിൽ. അപ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കിളിങ്ങൊക്കെ ചെയ്യും ചെറുതായിട്ട്. പിന്നെ ഇത് മറ്റേ എന്താ പറയുക, ട്രീയിൽ തൂക്കണ ഐറ്റംസ് ആയിരുന്നു. ഒത്തിരി റേറ്റ് കുറവുണ്ടായിരുന്നു. ഞങ്ങളതിൽ നിന്നൊരു ബോള്, തൂക്കിടാനുള്ള ബോൾ വാങ്ങിച്ചായിരുന്നു. ബോളൊക്കെ ഇങ്ങനെ വിട്ടുപോണോണ്ട് അത് കുറവായിരുന്നു. പിന്നെ നമ്മൾ നക്ഷത്രത്തിൻ്റെ കടയിലൊക്കെ കയറിയായിരുന്നു. ജസ്റ്റ് ഇത് വ്യൂ എടുത്ത് ഞങ്ങൾ ഒത്തിരി ഐറ്റംസൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചോളൂ. ഞാൻ കഴിഞ്ഞ വാങ്ങിച്ച ഓരോ സാധനങ്ങളുണ്ട്. ഈ ഒരു ബോൾ ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതിനെന്താണ്ടും 50 രൂപ 60 രൂപ എന്തായുള്ളൂ. കുറേ ഐറ്റംസൊക്കെ ലാഭം കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു സെറ്റ് ലൈറ്റ് വാങ്ങിച്ചായിരുന്നു. ഇതിൽ നിന്നൊരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ എന്താ പറയുക, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും വാങ്ങിച്ച ഐറ്റംസ്. പിന്നെ അനിയത്തി വാങ്ങിച്ചായിരുന്നു കുറച്ച് ഒത്തിരി വെറൈറ്റീസ്. നല്ല അടിപൊളി ഐറ്റം ആയിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. 250 രൂപയായിരുന്നു. ഒത്തിരി പേര് ഫോട്ടോസും അതേപോലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എല്ലയുടെ ഷേപ്പിലും ഇതുണ്ട്, മെറ്റലിൻ്റെ ഷേപ്പിലും നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഐറ്റം കാണാനായിട്ട്. അനിയത്തി വാങ്ങിച്ചായിരുന്നു. ഇത് 250 ആണ് ഇതിൻ്റെ റേറ്റ്. എല്ലയുടെ ഷേപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുടം പോലെ. ഞാനിവിടെ നിന്ന് ഒരു ബോട്ടിലിടുന്ന ഒരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പൂവിൻ്റെ ലൈറ്റാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് നക്ഷത്രങ്ങൾ പ്ലെയിനായിട്ട് അങ്ങനെ ഒത്തിരി ലൈറ്റും കാര്യങ്ങളും. ഇതും അതേ കേട്ടോ, നല്ല ലാഭമാണ്. 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങൾ എടുത്തില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ മാത്രം എടുത്തോളൂ കേട്ടോ, ഞങ്ങൾ വാങ്ങിച്ചില്ല.
അതിന് ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ചേട്ടൻ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നേരത്തെ വരണ്ടേ, ഞങ്ങൾ ചെന്നപ്പോൾ എന്ന് വെച്ചാൽ ഒരു 9 മണി 9:30 ആയി. അപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ തീർന്നു വരുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നക്ഷത്രത്തിൻ്റെയും ഇപ്പം മിക്ക വീടുകളിലും തൂക്കിയിട്ടേക്കാൻ കാണാൻ പറ്റും ഇതേപോലത്തെ പ്ലെയിൻ ഇത്. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. നോക്ക് നോക്ക് നോക്ക്. നമ്മൾ ചെന്ന സമയത്ത് ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇത് കണ്ട പല സ്ഥലത്തും ലൈറ്റിൻ്റെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങളൊക്കെ തീർന്നു പോയായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും ഒത്തിരി നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു ലൈറ്റിൻ്റെ ഷോപ്പാണ്. ഇവിടെ നല്ല ലൈറ്റുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നും ഒരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ലൈറ്റിലൊരു ഗ്രീൻ കളറും കണ്ടോണ്ട് ചേട്ടൻ വാങ്ങിച്ചേക്കുന്നത്. ഞാൻ എന്തായാലും സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതൊക്കെ പുൽക്കൂടിൽ സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇത് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം കൂടി എടുക്കുകയാണെങ്കിൽ 2 ലൈറ്റ് ഷെയ്ഡ് വരുമെന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞൊരു 11 മണിയോടെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു ഹോട്ടൽ കിട്ടി. അപ്പോൾ അനിയൻ ഫിഷ് ബിരിയാണിയും അതേപോലെ അനിയത്തി ചിക്കൻ ബിരിയാണി. ഞങ്ങൾ നോമ്പായതുകൊണ്ട് പൊറോട്ടയും ചില്ലി ഗോപിയുമാണ് ഓർഡർ ചെയ്തത്. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു 11 മണിയോടെ വീട്ടിലെത്തി. അതിനുശേഷം ഞങ്ങൾ കിടന്നുറങ്ങി. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒത്തിരി പേര് നമ്മുടെ ചാനലിൽ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഒളിഞ്ഞിട്ട് നോക്കിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലാണ് നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ.